നമസ്കാരം. ഇന്ന് 2024 സെപ്റ്റംബർ 10 ചൊവ്വ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഗീബൽസിനെ വെല്ലുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ. ഗീബൽസിനെ വെല്ലുന്ന മികവോടെയാണ് ചില മലയാള മാധ്യമങ്ങളുടെ നുണനിർമ്മാണം. CPM-നെതിരാണെങ്കിൽ എന്ത് അസംബന്ധവും വലിയ വാർത്തയാക്കുന്നതും അത് ആവർത്തിച്ച് ആഘോഷിക്കുന്നതും ഉന്നതമായ മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന മിഥ്യാധാരണയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ. തങ്ങൾ സൃഷ്ടിച്ച നുണ പലതവണ ആവർത്തിച്ച് അത് സത്യമാണെന്ന് വരുത്തി തീർക്കാമെന്ന ഗീബൽസിയൻ തന്ത്രമാണ് ഈ നൂറ്റാണ്ടിലും പയറ്റുന്നത്. ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരാക്കാമെന്ന ധാരണയിൽ പ്രതിപക്ഷവും നുണക്കഥ കൊണ്ട് ചാമ്പ്യന്മാരാകാനുള്ള ശ്രമത്തിലാണ്. ഏറ്റവും ഒടുവിൽ RSSുമായി CPM-ന് രഹസ്യബന്ധമുണ്ടെന്ന നട്ടാൻ മുളയ്ക്കാത്ത നുണയാണ് വലിയ വാർത്തയായി പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും കാലങ്ങളായി RSSനെ എതിർക്കുന്നതും അവരുടെ വർഗീയ നിലപാടിനെതിരെ പോരാടുന്നതും CPI-ഉം ഇടതുപക്ഷവുമാണെന്ന് എല്ലാവർക്കും അറിയാം. RSSന്റെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPI. ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് CPM-ന് വേണ്ടിയാണെന്ന ഭാവനയാണ് വലിയ വാർത്തയായി അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ മധ്യവർത്തിയാക്കാൻ മാത്രം മണ്ടന്മാരാണോ പാർട്ടി നേതാക്കൾ എന്നൊന്നും ആലോചിക്കാനുള്ള വകതിരിവ് മാധ്യമങ്ങൾക്കില്ലെന്ന് അവർ സ്വയം തെളിയിക്കുകയാണ്. ADGP ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിന് മാത്രമാണ്. ADGP RSS നേതാവിനെ കണ്ടത് CPM-ന്റെ തലയിൽ കെട്ടിവെക്കുന്നത് മാധ്യമ അജണ്ടയാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ADGP RSS നേതാവിനെ കണ്ടതിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ RSS ഒത്താശ ചെയ്യാനാണ് ADGP അയച്ചതെന്ന അസംബന്ധവും മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരിപ്പിക്കുന്നുണ്ട്. പൂരം കലക്കാൻ സർക്കാർ ആരെയും അനുവദിച്ചിട്ടില്ല. അതിനുള്ള ശ്രമം നടന്നപ്പോൾ തന്നെ ശക്തമായി ഇടപെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുകയും ചെയ്തു. CPM RSS ബന്ധം ആരോപിക്കുന്ന പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും പഴയ സംഭവങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. RSSന്റെ കൊലക്കത്തിക്കിരയായി 218 പ്രവർത്തകരുടെ ജീവൻ നഷ്ടമായ പ്രസ്ഥാനമാണ് CPI. എന്നാൽ കേരളത്തിൽ പരസ്യമായി സഖ്യത്തിലേർപ്പെടുന്ന പാർട്ടികളാണ് കോൺഗ്രസും BJP-യും. 1991 മുതൽ തുടങ്ങിയതാണ് UDF-ന്റെ RSS ബാന്ധവം. വടകരയിലും ബേപ്പൂരും BJP സ്ഥാനാർത്ഥികളെ പിന്തുണച്ച ചരിത്രം മറക്കരുത്. O രാജഗോപാലിനെ വിജയിപ്പിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നിരവധി തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ഇപ്പോഴും ഭരിക്കുന്നത് UDF BJP കൂട്ടുകെട്ടാണ്. ഏറ്റവും ഒടുവിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ആരാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ 87,000 വോട്ട് എങ്ങോട്ട് പോയെന്ന് സതീശൻ വ്യക്തമാക്കണം. LDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 16,000-ൽ പരം വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അന്വേഷണ കമ്മീഷന് വെച്ചിരുന്നല്ലോ. റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ മാധ്യമങ്ങൾക്ക് വേവലാതിയില്ല. UDF ഭരണത്തിൽ RSSനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിമാരും മുന്നിട്ടിറങ്ങിയത് മറക്കരുത്. വിരമിച്ച ശേഷം BJP-യിൽ ചേർന്ന DGP സെൻകുമാറിനെ സംരക്ഷിച്ചത് ആരാണ്? MG കോളേജിൽ പോലീസുകാരെ ആക്രമിച്ച് RSSകാർ അഴിഞ്ഞാടിയപ്പോൾ SIയുടെ കോളറിന് പിടിച്ച് RSSനെ സഹായിച്ച ആളാണ് സെൻകുമാർ. അന്ന് RSSകാർക്കെതിരെ എടുത്ത വധശ്രമ കേസ് സെൻകുമാർ DGP ആയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും സ്വാധീനിച്ചാണ് പിൻവലിച്ചത്. മുസ്ലിം ജനസംഖ്യയുടെ പേരിൽ വർഗീയ പ്രചാരണം നടത്തിയതും ഇതേ സെൻകുമാർ ആയിരുന്നു. അന്നൊന്നും മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ലായിരുന്നു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിലും ജിഷ വധക്കേസിലും ഗുരുതര കൃത്യവിലോപം കാണിച്ചതിന് LDF സർക്കാർ സെൻകുമാറിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ അയാളുടെ സംരക്ഷകരായി രംഗത്തെത്തിയതും UDF-ഉം വലതുപക്ഷ മാധ്യമങ്ങളുമാണ്. കണ്ണൂരിൽ RSS ശാഖയ്ക്ക് കാവൽ നിന്നത് കോൺഗ്രസുകാരാണെന്ന് വെളിപ്പെടുത്തിയത് KPCC പ്രസിഡന്റാണ്. EP ജയരാജനെ ട്രെയിനിൽ വെടിവെച്ച RSSകാരെ ആയുധം കൊടുത്ത് പറഞ്ഞയച്ചത് സുധാകരനാണെന്നത് രഹസ്യമല്ല. എന്തിനേറെ പറയുന്നു, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പല്ലേ K കരുണാകരന്റെ മകൾ പത്മജ BJP-യിൽ ചേർന്നത്. കരുണാകരന്റെ വീട്ടിൽ ഉൾപ്പെടെ BJP-ക്കാർ കയറി നിരങ്ങിയല്ലേ. AK ആന്റണിയുടെ മകൻ BJP-യിൽ ചേക്കേറിയില്ലേ. വീക്ഷണം പത്രാധിപരായിരുന്ന മോഹനവർമ്മ BJP-യിൽ ചേർന്നത് കഴിഞ്ഞ ദിവസമല്ലേ. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP BJP-യിൽ ചേരാൻ തയ്യാറെടുക്കുന്നുവെന്നല്ലേ അവസാനത്തെ വാർത്ത. കോൺഗ്രസും RSSും ഭായിമാരാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണിതൊക്കെ. എന്നിട്ടും നുണക്കഥ മെനഞ്ഞ് CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കരിവാരിത്തേക്കാനുള്ള നീക്കം ജനങ്ങൾ തിരിച്ചറിയുന്നെന്ന് ഇനിയെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാക്കണം. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.